പതിവ് തെറ്റിക്കാതെ ഇത്തവണയും നെടുങ്കണ്ടം ആശാഭവനിലെ കുട്ടികൾക്ക് ഓണസമ്മാനവുമായി ഹരിതകർമ്മ സേനാംഗമായ വസന്ത എത്തി. തുടർച്ചയായ 6ാം വർഷമാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായ വസന്ത എസ് നായർ തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും ഒരു തുക മാറ്റിവെച്ച ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് നൽകിയത്. തുടർച്ചയായ 6ാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റുമായി എത്തിയിരിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗമായ വസന്ത എസ് നായർ. 6 വർഷത്തിലധികമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന 66-കാരിയായ വസന്ത തൂക്കുപാലം സ്വദേശിയാണ്. വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത എല്ലാ വർഷവും ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് നൽകുന്നത്. ആശാഭവൻ ഫാമിലിയിലെ ഒരു അംഗം എന്ന രീതിയിലാണ് ചേച്ചി നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ കൂടെയുണ്ട്. ഓണാഘോഷ പരിപാടികളിലും മറ്റു സ്കൂളിലെ പരിപാടികളിലൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. കുഞ്ഞുമക്കളെ കാണും, അവർക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്യും. ഈ ഓണക്കാലത്ത് നമ്മുടെ വസന്ത ചേച്ചി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണക്കിറ്റ് കുറേയേറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ചേച്ചി ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതാണ്. ചേച്ചിയുടെ കുഞ്ഞു സമ്പാദിക്കുന്ന ഒരു ചെറിയ ഓഹരി ചേച്ചി നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ചേച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ശുചീകരണ തൊഴിലാളികളായ തങ്ങളെ പലരും 2ാം തരക്കാരായി പരിഗണിച്ചിരുന്ന സമയത്ത് ഇവരെ ക്ലീൻ സോൾജിയേഴ്സ് പദവി നൽകി ആശാഭവൻ മുൻപ് ആദരിച്ചിരുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത് ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണ് അന്ന് പിരിഞ്ഞത്. അന്നു മുതൽ എല്ലാ ഓണത്തിനും വസന്ത ഓണക്കിറ്റുമായി ആശാഭവനിൽ എത്തുന്നുണ്ട്. തങ്ങളെ ചേർത്ത് നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്ന് വസന്ത പറയുന്നു. പൊതുപ്രവർത്തകനായ ജോജി ഇടപ്പള്ളിക്കുന്നതിനൊപ്പം എത്തിയാണ് വസന്ത ഓണക്കിറ്റ് കൈമാറിയത്. ചേച്ചിയുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു വിഹിതം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആശാഭവനിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി എല്ലാ വർഷവും ഓണത്തിനാവശ്യമായ പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ 6ാമത് വർഷവും തുടരുന്നത്. അങ്ങനെ ചേച്ചിയുടെ ഉള്ളിലുള്ള നന്മ അത് ഈ വർഷവും തുടരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെ. ആശാഭവനിലെ സിസ്റ്റർ സ്നേഹയും മറ്റ് സിസ്റ്റേഴ്സും കുട്ടികളും ചേർന്ന് ഓണക്കിറ്റ് ഏറ്റുവാങ്ങി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായ ഓണത്തിന് തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം ആശാഭവനിലെ കുട്ടികൾക്ക് നൽകാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് വസന്ത. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.